നല്ലൊരു കിടിലൻ മീൻകറി ആയാലോ? അതിനായിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചെയ്യുന്നത് നമ്മുടെ തക്കാളി ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് നമ്മൾ തക്കാളി റോസ്റ്റ് ആക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുത്ത് ആദ്യം മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് അതേ ചട്ടിയിലേക്ക് ഉലുവയൊന്ന് താളിച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇതിലേക്ക് ചെറിയുള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി, കരിവേപ്പില ഇത്ര സാധനം ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുവാണേ. മീൻകറിക്ക് രുചി കൂടാൻ എനിക്ക് തോന്നിയിരിക്കുന്നത് ചെറിയുള്ളി ആട്ടോ ചേർക്കുമ്പോൾ സവാളയെക്കാളും ഫീൽ ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ ലേശം ഉലുവാപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ പച്ചമണം മാറുന്നവരെ ഇതുപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ തക്കാളി പേസ്റ്റ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് വീഡിയോയ്ക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല, ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റക്ക് ആവുന്ന പോലെ എന്തൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതും ഇതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളമായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് നമ്മുടെ കറി ഒന്ന് തിളച്ച് വരണേ. തക്കാളിക്ക് നല്ല പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് പുളി ചേർത്ത് കൊടുക്കണ്ട, അല്ലെങ്കിൽ കുടംപുളി ഒന്നോ രണ്ടോ പീസ് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ മീനും കൂടെ നമ്മുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് എടുക്കാം. നമ്മുടെ മീനിന്റെ അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഇടയ്ക്ക് ഒന്നുകൂടെ തുറന്നിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ കറിയെല്ലാം നല്ല അടിപൊളി സെറ്റായി. ഇനി ഞാൻ കുറച്ച് തേങ്ങാപ്പാലൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തു, കാരണം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഒരു കറിവേപ്പിലയും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ അടിപൊളി കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇതിൽ കുടംപുളി ചേർത്തില്ല, കാരണം എൻ്റെ തക്കാളിക്ക് നല്ല പുളിയായിരുന്നു കേട്ടോ. പക്ഷെ പുളി കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുടംപുളി കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇന്നത്തെ അടിപൊളി മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.